ടൈംസ് ന്യൂസ് ഇന്ത്യ അവതരിപ്പിക്കുന്ന ഇന്നത്തെ ദിവസം പരിപാടിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് 2020 നവംബർ 17 ചൊവ്വ, കൊല്ലവർഷം 1196, വൃശ്ചികം 2. ഇന്ന് അന്തർദേശീയ വിദ്യാർത്ഥി ദിനമാണ്, ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ഡേ. ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ ആഹ്വാനപ്രകാരം ഈ ദിനം ആചരിക്കുന്നു. നാസി പീഡനത്തിന്റെ ഭാഗമായി 1939 ചെക്കോസ്ലോവാക്യയിലെ വിദ്യാർത്ഥികളെ പീഡന ക്യാമ്പിൽ അടച്ചതിന്റെ സ്മരണയിലാണ് ഈ ദിനം ആചരിക്കുന്നത്. പൂർണ്ണ വളർച്ചയെത്തും മുമ്പ് പിറന്ന കുഞ്ഞുങ്ങൾക്കായുള്ള ദിനമാണ് ഇന്ന്, വേൾഡ് പ്രീമച്യൂരിറ്റി ഡേ. സാഹസിക പര്യവേഷകനായ ഡേവിഡ് ലിവിങ്സ്റ്റൺ ആഫ്രിക്കയിലെ വിക്ടോറിയ വെള്ളച്ചാട്ടം കണ്ടെത്തിയത് 1855 നവംബർ മാസം 17 സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവെന്നറിയപ്പെടുന്ന റോബർട്ട് ഓവൻ അന്തരിച്ചത് 1858 നവംബർ 17. മെഡിറ്ററേനിയൻ കടലിനെയും ചെങ്കടലിനെയും ബന്ധിപ്പിച്ചുകൊണ്ട് നിർമ്മിച്ച സൂയസ് കനാൽ കപ്പൽ ഗതാഗതത്തിന് തുറന്നുകൊടുത്തത് 1869 നവംബർ മാസം 17. തമിഴകത്തെ കാതൽ മന്നൻ ജമിനി ഗണേശൻ പുതുക്കോട്ടയിൽ ജനിച്ചത് 1920 നവംബർ 17. ബ്രിട്ടീഷ് കിരീടാവകാശിയായ വെയിൽസ് രാജകുമാരൻ ബോംബെയിലെത്തിയത് 1921 നവംബർ മാസം 17 ഈ ദിനം ഭാരതത്തിലെങ്ങും പ്രതിഷേധ ദിനമായി ആചരിച്ചു. പഞ്ചാബ് സിംഹം ലാലാ ലജപത് റായ് ലാഹോറിൽ അന്തരിച്ചത് 1928 നവംബർ മാസം 17. മൂന്നാം വട്ടമേശ സമ്മേളനം ലണ്ടനിൽ ആരംഭിച്ചത് 1932 നവംബർ 17. കോൺഗ്രസ് ഈ സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നില്ല. ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ ഭാഗമായി കൊയിലാണ്ടിക്കടുത്ത കീഴരിയൂരിൽ ബോംബ് സ്ഫോടനം നടന്നത് 1942 നവംബർ 17. ആറന്മുളയിൽ വാസ്തുവിദ്യാ ഗുരുകുലം പ്രവർത്തനം ആരംഭിച്ചത് 1993 നവംബർ 17. ഈജിപ്തിലെ ലെക്സോറിൽ തീവ്രവാദി ആക്രമണത്തിൽ 60-ലേറെ സ്വിസ് ജാപ്പനീസ് ടൂറിസ്റ്റുകൾ കൊല്ലപ്പെട്ടത് 1997 നവംബർ 17. ഇന്ത്യയുടെ മാനുഷി ചില്ലർക്ക് ലോക സുന്ദരിപ്പട്ടം ലഭിച്ചത് 2017 ഈ ദിനത്തിലാണ്. ചൈനയിൽ നടന്ന മത്സരത്തിൽ 108 സുന്ദരികളെ പിന്തള്ളിയാണ് മാനുഷി ചില്ലർ കിരീടമണിഞ്ഞത്. ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ നിലയ്ക്കലിൽ വ്യാപകമായി സംഘർഷമുണ്ടായത് 2018 ഈ ദിനത്തിലാണ്. ചൈനയിലെ ഹ്യൂബെ പ്രവിശ്യയിൽ ആദ്യമായി കൊറോണ വൈറസിനെ കണ്ടെത്തിയത് 2019 ഈ ദിനത്തിലാണ്. ഇതോടെ നവംബർ 17 ചരിത്രവിശേഷങ്ങൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.